കൊല്ലം കുളത്തൂപ്പുഴയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. പരിക്കേറ്റ കാട്ടുപോത്ത് വീടിനോട് ചേർന്ന പുരയിടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വനംവകുപ്പിന്റെ ചില നീക്കങ്ങൾ, വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം. മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? സ്മിത, തീർച്ചയായും. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് ഈ കാട്ടുപോത്തിന്റെ ശല്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഈ കാട്ടുപോത്ത് വീണ് അതിന് കാലിന് പരിക്കേറ്റ നിലയിലാണ് വീടിനോട് ചേർന്ന പുരയിടത്തിൽ കണ്ടെത്തിയത്. അതായത് വീടും മതിലും തമ്മിലുള്ള ഗ്യാപ്പിനിടയിലാണ് ഈ കാട്ടുപോത്ത് കുടുങ്ങി അങ്ങനെ കിടക്കുന്നത്. അതിന് എഴുന്നേക്കാൻ വയ്യ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ വനംവകുപ്പിന്റെ ഒരു പ്രാഥമിക നിഗമനം അതിന്റെ കാലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വന്യജീവികൾക്ക് ഇത്തരത്തിൽ കാലിന് ഒടിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പരിക്കായാണ് അവർ അതിനെ കാണുന്നത്. എന്നാൽ ഈ വീട്ടുകാരും ഒപ്പം ഈ പ്രദേശവാസികളും വലിയ പരിഭ്രാന്തിയിലാണ്. ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള നടപടികളാണ് വനംവകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. മയക്കുവെടി വെച്ച് പിടികൂടി ഇതിനെ ചികിത്സ നൽകി കാട്ടിനുള്ളിലേക്ക് വിട്ടയക്കാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വെറ്ററിനറി ഡോക്ടർ അരുൺകുമാർ അടക്കമുള്ള സംഘം ഈ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി അവിടേക്ക് പുറപ്പെടും. ഒപ്പം അഞ്ചൽ റേഞ്ച് ഓഫീസ് പരിധിയിലാണ് ഈ കുളത്തൂപ്പുഴ മേഖലയുള്ളത്. അഞ്ചൽ ആർഒക്ക് കീഴിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ കാട്ടുപോത്തിനെ അവിടെ നിന്ന് പിടികൂടാൻ, അതായത് ഇതിനെ മയക്കുവെടി വെക്കാതെ അവിടെ നിന്ന് പിടികൂടാൻ അല്ലെങ്കിൽ എടുക്കാനാകില്ല എന്ന് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിനാൽ മയക്കുവെടി കൂടിയേ തീരൂ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. ഈ പരുക്ക് ഗുരുതരമാണെന്നും വനംവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.